ഇന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ പ്രധാനമായിട്ട് പറയാനുള്ളത്. സന്തോഷമുള്ള കാര്യങ്ങളാണ് എനിക്ക്. ഒന്ന്, നമ്മുടെ യൂട്യൂബ് ചാനൽ 100 സബ്സ്ക്രൈബേഴ്സായി. അതൊരു വലിയ സന്തോഷമാണുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയണം കേട്ടോ. ഇനിയും തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓൺലൈനായിട്ട് ജ്വല്ലറിയുടെ ഐറ്റംസ് ഒക്കെ ആയിട്ട് സെയിൽ ചെയ്യണത്. അത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണ ഐറ്റംസും ഉണ്ട്. അതല്ലാണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ മേടിച്ചിട്ട് സെയിൽ ചെയ്യണതും ആയിട്ടാണ് തുടങ്ങിയുള്ളത്. മറ്റേ ഹെയർ ആക്സസറീസ് അങ്ങനെ എല്ലാതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. ഞാൻ ഇൻസ്റ്റയുടെ പേര് മൂക്കുത്തി എന്നാണ്. ഞാൻ ഇതിൽ അതിൻ്റെ ഇത് കൊടുക്കാട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ കമൻ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അനില 2 ലെയർ ഇൻവിസിബിൾ നെക്ലേസ് ചെയ്യണമെന്ന്. ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അനിലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഈ സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഗിയർ വയർ 2 കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം 1 ലെയറിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ലെയറിൻ്റെ ഇത് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഇങ്ങനെ സ്റ്റോണിൻ്റെ ലോക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കത് ചെയ്യാം. ആദ്യം അത് കോർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഗോൾഡൻ്റെ ബീഡ് കോർക്കാം. പിന്നെ ഗിയർ ലോക്ക് കോർക്കാം കേട്ടോ. ഇനി നമുക്ക് സെൻറ്ററിൽ ആക്കിയിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ. ഇത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലോക്കറ്റ് കോർക്കാം. ആദ്യം ഗിയർ ലോക്ക്, പിന്നെ ഗോൾഡൻ്റെ ബീഡ്, പിന്നെ നമ്മുടെ ഈ ലോക്കറ്റ്. വീണ്ടും ഗോൾഡൻ ബീഡ്, ഗിയർ ലോക്ക്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ടാണ് കേട്ടോ ഇത് ലോക്ക് ചെയ്യണത്. അപ്പോൾ ഇതും ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ. ഇതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ 1 ലെയറിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ 3 സ്റ്റോൺ ലോക്കറ്റ് വെച്ച് ഇത് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. അടുത്ത ലെയർ ചെയ്യണേക്കാൾ മുന്നേ ആദ്യം തന്നെ ഞാൻ ഈ 2 ഗിയർ വയറും കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിത് ഇവിടെ ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 2 കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഗിയർ ലോക്ക് ഇടുക കേട്ടോ.
ഗിയർ ലോക്ക് മാത്രം ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക ഒരു ഗോൾഡൻ്റെ ബീഡ് ഇട്ടിട്ട് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യണതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ഗോൾഡൻ ബീഡ് ഇട്ടുണ്ട്, കോർത്തുണ്ട്. ഇനി വീണ്ടും ഗിയർ ലോക്ക് കോർത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങിയിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത്രയും ഇവിടെ നിന്ന് കുറച്ചും കൂടി നീക്കിയിട്ട് ഇവിടെ ലോക്ക് ചെയ്യാം. ഇതങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലെയറിൻ്റെ വർക്ക് നോക്കാം. ഇത് ഇപ്പോൾ ഈ 3 സ്റ്റോണുള്ളത് താഴത്തേക്കാണ് കേട്ടോ ഞാൻ ചെയ്തുള്ളത്. ഇനി ഇവിടെ ഇങ്ങനെ 2 സ്റ്റോണിൻ്റെയാണ് ചെയ്യണത്. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ്റെ ബീഡ്, പിന്നെ നമ്മുടെ ഈ സ്റ്റോണിൻ്റെ ലോക്കറ്റ് കേട്ടോ. മറ്റേ ലെയറിൽ എങ്ങനെയാണ് ചെയ്ത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിലും ചെയ്യണത്. വീണ്ടും ഗോൾഡൻ ബീഡും ഗിയർ ലോക്കും. ഇനി ഇത് ലോക്ക് ചെയ്യണത് ഇതിങ്ങനെ 2 ലെയറും കൂടി ഒപ്പം പിടിച്ചിട്ട് ഇവിടെയാണല്ലോ നമ്മുടെ താഴത്തെ ലെയറിൻ്റെ സ്റ്റോണ് ലോക്കറ്റ് ഉള്ളത്. അപ്പം ഞാൻ ഈ 2 ലോക്കറ്റിൻ്റെയും ഈ ഗ്യാപ്പിലായിട്ടാണ് കേട്ടോ, ഇവിടെ വെച്ചിട്ടാണ് ഇത് ലോക്ക് ചെയ്യണത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, ഈ ഗ്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇത് ലോക്ക് ചെയ്യണത്. ഇത് ലോക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇതിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ മറ്റേ സ്റ്റോണ് ഈ 2ൻ്റെയും ഗ്യാപ്പിൽ ഇതേപോലെ തന്നെ കോർത്തിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ഇവിടെയും ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇതിലാണ് കിടക്കണത്. ഇങ്ങനെ ഇത് മുകളിലും ഇത് താഴത്തെയായിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി കുറച്ചും കൂടി ഈ മുകളിലത്തെ നമുക്ക് ഒന്നും കൂടിയും മുകളിലേക്ക് ആവണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഈ ഗിയർ ലോക്ക് കുറച്ച് കയറ്റി വെച്ചിട്ട് 2ഉം കൂടി ലോക്ക് ചെയ്താൽ മതി. അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു താല്പര്യം, ഇത് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ലെവലിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് മുകളിലേക്കായിട്ടുമില്ല. നമുക്കിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പ് വരുന്ന വിധത്തിലാണ് ചെയ്യണത്. അത് നമ്മൾ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഈ 2 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഗിയർ ലോക്കും ഗോൾഡൻ ബീഡും ഗിയർ ലോക്കും ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടിലിങ്ങനെ ആക്കിയിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നേരെയായിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ. ഈ ഭാഗം ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഈ താഴത്തെ അല്ല മുകളിലത്തെ ലെയർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യണ കാരണം കണ്ടില്ലേ, ലാസ്റ്റ് അത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ താഴത്തെ ഉള്ളതാണ് നമ്മുടെ അളവ് തെറ്റാത്ത ലെങ്ത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും താഴത്തെ ലെയറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. ഈ കൂടുതൽ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി.
ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് കൊളുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് 2 ഗിയർ ലോക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. നമ്മുടെ കൊളുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ രണ്ടും കൂടിയിട്ട് വേണം നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 ഗിയർ വയറും ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോക്ക് ചെയ്യാം. ആദ്യം ഒരെണ്ണം ലോക്ക് ചെയ്യുക, എന്നിട്ട് അടുത്തതും ലോക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ 2 ഗിയർ ലോക്കും പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ 2 ലെയറിൻ്റെ ഇൻവിസിബിൾ നെക്ലേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അനില എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. ഇഷ്ടമായി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് വെച്ചെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ എല്ലാവരുടെയും.